എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് പ്രോട്ടീൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫൈബ്രസ് പ്രോട്ടീൻസ്, ഒന്ന് ഗ്ലോബുലർ പ്രോട്ടീൻസ്. ഫൈബ്രസ് പ്രോട്ടീൻസിൻ്റെയും ഗ്ലോബുലർ പ്രോട്ടീൻസിൻ്റെയും ചെറിയൊരു സെഗ്മെൻറ്റ് ഞാനിവിടെ പിക്ചറിൽ വെച്ചിട്ടുണ്ട്. ഫൈബ്രസ് പ്രോട്ടീൻസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോങ് ഹെലിക്കൽ ത്രെഡ് ലൈക്ക് പ്രോട്ടീൻസ് ആണ്. ഹെലിക്കൽ, നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഹെലിക്കൽ സ്ട്രക്ചർ കാണുന്നുണ്ടാവും, ലോങ് ഷേപ്പിൽ. ഈ ലോങ് ത്രെഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ്സും ഡൈസൾഫൈഡ് SS ലിങ്കേജസുമാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഫൈബ്രസ് പ്രോട്ടീൻസ് വാട്ടർ ഇൻസോല്യുബിൾ ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് കെരാറ്റിൻ എന്ന് പറയുന്നത് ഹെയറിലും നഖത്തിൽ, നെയിൽസിൽ, വൂളിൽ, ഇതിലൊക്കെയുള്ള പ്രോട്ടീൻസാണ് കെരാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. കൊളേജൻ ഇൻ ടെൻഡൻസ്, ഫൈബ്രോയിൻ ഇൻ സിൽക്ക്, മയോസിൻ ഇൻ മസിൽസ്, ഇതൊക്കെ ഫൈബ്രസ് പ്രോട്ടീൻ്റെ എക്സാമ്പിൾസാണ്. ഗ്ലോബുലർ പ്രോട്ടീൻ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗ്ലോബുലർ എന്ന് പറയുമ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ളത്, അതിൻ്റെ ചെറിയൊരു സെഗ്മെൻ്റാണ് ഞാൻ ഈ പിക്ചറിൽ വെച്ചിട്ടുള്ളത്. ഒരു മോർ കോമ്പാക്റ്റ് ആൻഡ് റൗണ്ടഡ് ഷേപ്പായിട്ടുള്ള പ്രോട്ടീൻസാണ് ഗ്ലോബുലർ പ്രോട്ടീൻസ്. അതിൻ്റെ ഒരു പ്രത്യേകത, അത് വാട്ടർ സോല്യുബിൾ ആണ്. എക്സാമ്പിൾസ് എൻസൈംസ്, ഹോർമോൺസ്, ഇൻസുലിൻ, ആൻറ്റിബോഡീസ്, ഇതെല്ലാം തന്നെ ഗ്ലോബുലർ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ലോങ് ത്രെഡ് ലൈക്ക് ഫൈബ്രസ് പ്രോട്ടീൻസും സ്പെറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പായിട്ടുള്ള ഗ്ലോബുലർ പ്രോട്ടീൻസും. അടുത്തത് നമ്മൾ പ്രോട്ടീൻസിൻ്റെ 4 സ്റ്റേജിലുള്ള സ്ട്രക്ചേഴ്സിലേക്ക് കിടക്കുകയാണ്. പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ആൻഡ് ക്വാട്ടേണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രോട്ടീൻസ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ്, അതിൽ തന്നെ അമിനോ ആസിഡ്സ് ആണ് ഉള്ളത്. ഏതൊക്കെ അമിനോ ആസിഡ് ആണ് ആ ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിൽ ഉള്ളത് എന്ന് പറയുന്നതാണ് പ്രൈമറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചറിൽ മെയിനായിട്ട് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് നമുക്ക് ഉള്ളത്. ആ അമിനോ ആസിഡ് സീക്വൻസിനെ നമുക്ക് ട്രിവിയൽ നെയിമായിട്ടോ അല്ലെങ്കിൽ ഒരു 1 ലെറ്റർ നെയിമായിട്ടോ നമുക്ക് സൂചിപ്പിക്കാം. ഓക്കെ, ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിൽ സപ്പോസ് ഈ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ എടുക്കുകയാണെങ്കിൽ, ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്നതിൽ 4 അമിനോ ആസിഡ്സ് ഉണ്ട്. ആ 4 അമിനോ ആസിഡാണ് ആക്ച്വലി ഈ ഒരു പ്രൈമറി സ്ട്രക്ചറിലുള്ളത്. കാരണം അമിനോ ആസിഡ് ഏതൊക്കെയാണെന്നുള്ളതാണ് ആ പ്രൈമറി സ്ട്രക്ചറിലുള്ളത്. നമുക്കറിയാം, ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് പെപ്റ്റൈഡ് ലിങ്കേജ് ആണ്, CONH ബോണ്ടാണ്, കോവാലൻ്റ് ബോണ്ടാണ്. ഈ സീക്വൻസിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ചെയിനിലുള്ള ഓരോ അമിനോ ആസിഡിനെയും നമ്മൾ അതിൻ്റെ റെസിഡ്യൂസ് അല്ലെങ്കിൽ മോയിറ്റി എന്നാണ് പറയുക. അതായത് ഇൻഡിവിജ്വൽ അമിനോ ആസിഡിന് ആ യൂണിറ്റിനെ നമ്മൾ റെസിഡ്യൂ അല്ലെങ്കിൽ മോയിറ്റി എന്നാണ് പറയുക. പ്രൈമറി സ്ട്രക്ചറിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് N ടെർമിനലായിരിക്കും ആൻഡ് എൻഡ് ചെയ്യുന്നത് C ടെർമിനലായിരിക്കും. ഓക്കെ, സെക്കൻഡറി സ്ട്രക്ചറിൽ ഈ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ പല തരത്തിൽ ഫോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മടക്കുകളായിട്ട് കാണപ്പെടുന്നു. അത് ഫോൾഡ് ചെയ്യാനുള്ള കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഓക്കെ, അത് ഹൈഡ്രജൻ ബോണ്ടിങ് നടന്നിട്ട് പല വിധത്തിൽ അത് ഫോൾഡിങ് നടക്കുന്നു. അതിലൊരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പാണ് സ്പൈറലായിട്ടുള്ള ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ. രണ്ടാമത്തതാണ്, സപ്പോസ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഇങ്ങനെ ഒരു സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ, അതായത് അടുത്തടുത്ത് ക്ലോസ്ലി സൈഡ് ബൈ സൈഡായിട്ട് ഇങ്ങനെ പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ സീക്വൻസ് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് എന്നാണ് പറയുക. ഓരോ ഷീറ്റ്, അതായത് ഓരോ ലൈൻസിനെയും, ഞാനിവിടെ ലൈൻസ് ഉദ്ദേശിക്കുന്നത് ആ പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ സീക്വൻസ് ആണ്, അത് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ഓക്കെ, ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽസ് ഇൻ ടു എ സ്പൈറൽ സ്ട്രക്ചർ.
the turns of the coil are held together by hydrogen bonding. സോ ഓരോ ടേണും ഓരോ കോയിലും കണക്ട് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതിൽ തന്നെ ശ്രദ്ധിക്കാനുള്ളത് ഹൈഡ്രജൻ ബോണ്ടിങ് ഏതൊക്കെ തമ്മിലാണ്? CO ഗ്രൂപ്പ് ഓഫ് ഫസ്റ്റ് അമിനോ ആസിഡ് ആൻഡ് ഫോർത്ത് അമിനോ ആസിഡിലുള്ള NH ഗ്രൂപ്പ്. സപ്പോസ് ഇതാണ് ഫസ്റ്റ് അമിനോ ആസിഡ് എന്ന് വിചാരിക്കാം. സോ ഈ ഫസ്റ്റ് അമിനോ ആസിഡിൽ നിന്ന് ഈ അമിനോ ആസിഡ് കഴിഞ്ഞ് അടുത്ത നാലാമത്തെ അമിനോ ആസിഡിൻ്റെ NH ആയിട്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ് വരിക. ഓക്കെ, സോ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ NH ഫസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ നാലാമത്തേലുള്ള CO ആയിട്ടായിരിക്കും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുക. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഫസ്റ്റും ഫോർത്തും അമിനോ ആസിഡ് ആണെന്ന് അർത്ഥം. ദെൻ ദ ആക്സിയൽ പിച്ച് ഓഫ് ആൽഫ ഹെലിക്സ് ഈസ് 0.54 നാനോമീറ്റർ. ആക്സിയൽ പിച്ച് എന്ന് പറയുന്നത് ഒരു കോയിലിൻ്റെ ലെങ്ത്ത്, ഒരൊറ്റ കോയിലിൻ്റെ ലെങ്ത്ത്, അതായത് ഇത് ഒരു കോയിലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 0.54 നാനോമീറ്റർ ആണ്. ആ 0.54 നാനോമീറ്ററിൽ 3.6 അമിനോ ആസിഡ് റെസിഡ്യൂസ് ഉണ്ടാവും. അതായത് ഇത്രയും ഭാഗത്ത്, ഈ ഒരു കോയിൽ ഭാഗത്ത് 3.6 അമിനോ ആസിഡ്സോളം ഉണ്ടാവും. ഓക്കെ, സോ ടോട്ടൽ എടുത്തു കഴിഞ്ഞിട്ട് ഓരോ കോയിലിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ 3.6 എന്ന് പറയുന്നത്. ദെൻ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഈസ് ഫൗണ്ട് ഇൻ ഫൈബ്രസ് പ്രോട്ടീൻ സച്ച് ആസ് കെരാറ്റിൻ, മയോസിൻ. സോ കെരാറ്റിൻ, മയോസിൻ പോലുള്ള ഫൈബ്രസ് പ്രോട്ടീൻസിലാണ് ഈ ഒരു ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ കാണപ്പെടുന്നത്. ദെൻ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ. സോ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചറിൽ അമിനോ ആസിഡ്സ് ഞാൻ പറഞ്ഞു ഒരു സിക്സാക് മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു അമിനോ ആസിഡ്, ഇത് മേലേക്കാണ് ഇതിൻ്റെ പോളിപെപ്റ്റൈഡ് ചെയിൻ, അടുത്തത് ഇങ്ങനെ താഴോട്ടേക്ക് വന്നു. സപ്പോസ് അതിൻ്റെ അടുത്തത് ഇങ്ങനെ മേലോട്ടേക്കാണെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ ആൻറ്റി പാരലലാണ്, ഒന്ന് മേലോട്ടേക്കും ഒന്ന് താഴോട്ടേക്കാണ്. പക്ഷേ ഇത് തമ്മിൽ പാരലൽ ലൈൻസ് ആണ്. സോ നമുക്ക് പാരലലായിട്ടുള്ളതും ആൻറ്റി പാരലലായിട്ടുള്ള ഷീറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് സ്റ്റാക്ക് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെൻ്റ് ഉണ്ടാവും. ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ്. സോ ഹൈഡ്രജൻ ബോണ്ടിങ് കണക്ട്സ് ദ പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ ഷീറ്റ്സ് ആൻഡ് ഫോം എ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചേഴ്സ്. സോ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ ക്യാൻ ബി ഫൗണ്ട് ഇൻ സിൽക്ക് പ്രോട്ടീൻ. സോ സിൽക്ക് പ്രോട്ടീനിലാണ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത്. ദെൻ കമ്മിങ് ടു ദ ടേർഷ്യറി സ്ട്രക്ചർ. സോ ടേർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ ഓവറോൾ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനാണ് നമ്മൾ ടേർഷ്യറി സ്ട്രക്ചർ എന്ന് പറയാം. സോ സെക്കൻഡറി സ്ട്രക്ചറിൽ നമ്മൾ ആ ഒരു അമിനോ ആസിഡിൻ്റെ കണക്ഷൻസ് മാത്രമാണ് പറഞ്ഞത്. അമിനോ ആസിഡിലുള്ള ഈ 6 ഗ്രൂപ്പിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല സെക്കൻഡറി സ്ട്രക്ചറിൽ. പക്ഷേ ഈ 6 ഗ്രൂപ്പിനനുസരിച്ച് അതിന് ഫർദർ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതാണ് ടേർഷ്യറി സ്ട്രക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ടേർഷ്യറി സ്ട്രക്ചർ ഈസ് പ്രൈമർലി ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ 6 ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സൈഡ് ഗ്രൂപ്പ്സ് ഓഫ് ദ അമിനോ ആസിഡ്. സോ ഇവിടെ ഈ സെക്കൻഡറി സ്ട്രക്ചറിലുള്ള പോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും ബീറ്റ പ്ലീറ്റഡ് ഷീറ്റൊക്കെ ഉണ്ട്. അതിലുപരി ഈ സൈഡ് ചെയിനിലുള്ള ആൾക്കാർ തമ്മിലുള്ള അട്രാക്ഷൻസ് ഉണ്ട്. സോ മെയിനായിട്ട് ദ ഫോഴ്സസ് ദാറ്റ് സ്റ്റെബിലൈസസ് ടേർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ NH2, OH, SH, COH ഗ്രൂപ്പ്സ് ഇൻ ദ സൈഡ് ചെയിൻ. അതായത് മെയിൻ അമിനോ ആസിഡിൻ്റെ സീക്വൻസിലുള്ള അല്ലാതെ ഈ സൈഡ് ചെയിനിലുള്ള NH ഗ്രൂപ്പും സൈഡ് ചെയിനിലുള്ള കാർബോക്സിൽ ഗ്രൂപ്പും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് അമിനോ ആസിഡിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡിൽ വരുന്നതല്ല, അതിൻ്റെ ആറിൽ വരുന്നതാണ് ഈ NH3+ഉം COO-. അത് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. ദെൻ അയോണിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട്സ് ഫോംഡ് ബിറ്റ്വീൻ ഇപ്പോൾ പറഞ്ഞത് ഞാനിപ്പോൾ അയോണിക് ഇൻട്രാക്ഷനാണ് പറഞ്ഞത്. ഹൈഡ്രജൻ ബോണ്ടിങ് നിങ്ങൾ ഇവിടെ നോക്കുക. ഇത് സൈഡ് ചെയിനിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്.
ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഒരു ആൽക്കഹോൾ ഉണ്ട്, പിന്നെ ഒരു CONH2 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഓക്സിജനും ഈ OHലുള്ള ഹൈഡ്രജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞത് ആക്ച്വലി അയോണിക് ബോണ്ടാണ്. സോ ഇവിടെ നിൽക്കാൻ ഇത് ഒരു സ്വിറ്റർ അയോണിക് സ്ട്രക്ചറിലാണ് കാണുന്നത്. NH3+ ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും, ഇത് തമ്മിൽ അയോണിക് ഇൻട്രാക്ഷൻ. ഞാൻ ആദ്യം പറഞ്ഞത് മാറിപ്പോയതാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഇതേപോലുള്ള സ്ട്രക്ചറിൽ. സോ OHും ഇവിടെ CONH2 ഓക്സിജനും ഹൈഡ്രജനും തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതൊക്കെ മെയിൻ ബാക്ക് ബോണിലല്ല, ഇത് സൈഡ് ചെയിനിലുള്ള ഇൻട്രാക്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. സൈഡ് ചെയിനിലുള്ള അയോണിക് ഇൻട്രാക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ദെൻ ഡൈസൾഫൈഡ് ലിങ്കേജ്. സോ സൈഡ് ചെയിനിലുള്ള SS ലിങ്കേജ് ആണ് ഡൈസൾഫൈഡ് ലിങ്കേജ്. ദെൻ വാണ്ടർവാൾസ് ഓർ വീക്ക് ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഹൈഡ്രോകാർബൺ ചെയിൻസ്. സോ ഇവിടെ CH ആയിട്ട് വരുന്നൊരു ഗ്രൂപ്പുണ്ട്, ഇപ്പുറത്തും CH3 ആയിട്ട് വരുന്നൊരു ഗ്രൂപ്പുണ്ട്. സോ ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള വീക്ക് അട്രാക്ഷനെയാണ് നമ്മൾ വാണ്ടർവാൾസ് ഫോഴ്സ് എന്ന് പറയുക. സോ ഈ വാണ്ടർവാൾസ് ഫോഴ്സും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. സോ പറഞ്ഞു വരുന്നത് ടേർഷ്യറി സ്ട്രക്ചറിൽ സൈഡ് ഗ്രൂപ്പിലുള്ള പലതരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ് ഈ ടേർഷ്യറി സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അത് ഏതൊക്കെ ഫോഴ്സസ് ആണുള്ളത്? അയോണിക് ഇൻട്രാക്ഷൻ. അയോണിക് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിലുള്ള അട്രാക്ഷൻ. ദെൻ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ആറ്റവും ഇപ്പുറത്തുള്ള ഹൈഡ്രജനും തമ്മിലുള്ള അട്രാക്ഷൻ. ദെൻ ഡൈസൾഫൈഡ് ലിങ്കേജസ്. ദെൻ വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻ. ഈ 4 ഇൻട്രാക്ഷനും നേരത്തെ പറഞ്ഞതിന് പുറമെയാണ്. നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെറിക്കലും ഹെലിക്കൽ സ്ട്രക്ചറും പ്ലീറ്റഡ് ഷീറ്റൊക്കെ ഉണ്ടാവും. മെയിൻ അമിനോ ആസിഡ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ ഉണ്ടാവും. ടെർഷ്യറി സ്ട്രക്ചറിൽ ഞാൻ പറയുന്നത് ഈ സൈഡ് ചെയിനിലുള്ള ഇൻട്രാക്ഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, സോ മൊത്തത്തിൽ ഇതിനൊരു പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറിൻ്റെത് പറയുന്നത് ടെർഷ്യറി സ്ട്രക്ചറിലാണ്. ദെൻ ടെർഷ്യറി സ്ട്രക്ചറിൽ ഫൈബ്രസ് പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണിത്. ടെർഷ്യറി സ്ട്രക്ചറിൻ്റെ ഗ്ലോബുലാർ പ്രോട്ടീൻ്റെ ടെർഷ്യറി സ്ട്രക്ചറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം ഫൈബ്രസ് പ്രോട്ടീൻ്റെ ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി സ്ട്രക്ചർ പോലെ തന്നെയാണ്. ഇവിടെ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. ദെൻ ബീറ്റ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചേഴ്സും ഉണ്ടാവും. ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡൈസൾഫൈഡ് ലിങ്കേജ്, അയോണിക് ഇൻട്രാക്ഷൻസ്, ദെൻ ഹൈഡ്രജൻ ബോണ്ടിങ്, സൈഡ് ചെയിനിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്, ദെൻ വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻ ഒക്കെ ഇതിലുണ്ടാവും. സോ മൊത്തത്തിലൊരു 3 ഡയമെൻഷണൽ അപ്രോച്ചാണ് അല്ലെങ്കിൽ സ്ട്രക്ചറാണ് ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ. ദെൻ ഗ്ലോബുലാർ പ്രോട്ടീൻസിൻ്റെ ടെർഷ്യറി സ്ട്രക്ചറിൽ ഇവിടെ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാവാം, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ ഉണ്ടാവാം. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാർട്ട് ആൽഫ ഹെലിക്കലായിരിക്കും, കുറച്ച് പാർട്ട് ബീറ്റ പ്ലീറ്റഡ് ആയിരിക്കും, ബാക്കിയുള്ളതെല്ലാം റാൻഡംലി കോയിലായിട്ടൊരു റൗണ്ട് അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ ബീറ്റ പ്ലീറ്റഡോ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും. ഇത് ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക ടെർഷ്യറി സ്ട്രക്ചറിൻ്റെ, ഫൈബ്രസ് പ്രോട്ടീൻ്റെ ടെർഷ്യറി സ്ട്രക്ചർ. ഓക്കെ, ഇത് ഒരു ഗ്ലോബ് അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ കുറച്ച് ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ ഉണ്ടാവാം, പിന്നെ റാൻഡംലി കോയിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ക്വാട്ടേണറി സ്ട്രക്ചർ. സോ ക്വാട്ടേണറി സ്ട്രക്ചറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് അടുത്തടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ക്വാട്ടേണറി സ്ട്രക്ചർ. അതിൽ ഓരോ പോളിപെപ്റ്റൈഡ് ചെയിൻ, ഇപ്പം ഞാൻ ഈ ഒരു സ്ട്രക്ചറിൽ ഓരോ കളറിലുള്ളത് ഓരോ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ്. സോ ഇവിടെ ബ്ലൂ കളറുണ്ട്, യെല്ലോ കളറുണ്ട്, പിങ്ക് കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്. ഇതൊക്കെ ഓരോ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ്. ആ ഓരോ പോളിപെപ്റ്റൈഡ് ചെയിൻസിനും പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട് ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ ഉണ്ട്.
അതിനൊക്കെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടുണ്ട്, ഡൈസൾഫൈഡ് ലിങ്കേജ് ഉണ്ട്, അയോണിക് ഇൻട്രാക്ഷൻസ് ഉണ്ട് ആൻഡ് വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. സോ ഇവിടെ എന്താണ് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ the subunits in a quaternary structure must be specifically arranged for the entire protein to function properly. അതായത് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ആ അറേഞ്ച്മെൻറ്റ്സിന് ആക്ച്വലി ഒരു കൃത്യമായിട്ടുള്ളൊരു ഓർഡർ ഉണ്ട്. കുറച്ച് ഹെലിക്കൽ സ്ട്രക്ചർ, കുറച്ച് ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ, അതിൽ അമിനോ ആസിഡ് സീക്വൻസ്. ആ അമിനോ ആസിഡ് സീക്വൻസിൽ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രോട്ടീൻ്റെ ഫങ്ഷൻ മാറിപ്പോകും. ഇപ്പോൾ കെരാറ്റിന്മാരുള്ളത് ഹെയറിന് അതിൻ്റെ സ്ട്രക്ചറൽ ആസ്പെക്റ്റാണ്. ആ കെരാറ്റിനുള്ള അമിനോ ആസിഡ് സീക്വൻസിൽ നിങ്ങൾ ഒന്നിനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ മാറി, അത് വേറൊരു തരത്തിലുള്ള പ്രോട്ടീനായിട്ട് മാറി. സോ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വളരെ കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ടായിരിക്കും എന്നാലേ അതിൻ്റെ ആ പ്രത്യേക ബയോളജിക്കൽ ആക്ടിവിറ്റി ഫങ്ഷൻ കാണിക്കാൻ പറ്റുള്ളൂ. സോ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് നമുക്ക് പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടേർഷ്യറി സ്ട്രക്ചർ, ക്വാട്ടേണറി സ്ട്രക്ചർ. പ്രൈമറിയിൽ നമ്മൾ അമിനോ ആസിഡ് സീക്വൻസ് മാത്രമാണ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നത്. ദെൻ പോളിപെപ്റ്റൈഡ് ചെയിൻസ്. സെക്കൻഡറിയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം ഹെലിക്കൽ സ്ട്രക്ചറായിട്ട് ആൽഫ ഹെലിക്സ് ആയിട്ടും ദെൻ ഈ പാരലായിട്ടും ആൻറ്റി പാരലായിട്ടും സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ പ്ലീറ്റഡ് ഷീറ്റായിട്ടും ഉണ്ടാവും. ദെൻ അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ ലുക്കാണ് ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുമ്പം. അവിടെ കൂടുതൽ സൈഡ് ചെയിൻ ഇൻട്രാക്ഷൻസ് കൂടെ ഉണ്ടാവും. കൂടുതൽ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഹൈഡ്രജൻ ബോണ്ടിങ്, വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻ, അയോണിക് ഇൻട്രാക്ഷൻ ആൻഡ് ഡൈസൾഫൈഡ് ലിങ്കേജസ് ഉണ്ടാവും. ദെൻ ക്വാട്ടേണറി സ്ട്രക്ചറിൽ മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ചെയിൻസിൻ്റെ കണക്ഷൻസാണ് ക്വാട്ടേണറി സ്ട്രക്ചറിൽ പറയുന്നത്. സോ ഓരോന്നിലും എന്തൊക്കെ ഇൻട്രാക്ഷൻസ് ആണ്, എന്തൊക്കെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസ് ആണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, സോ താങ്ക് യു. പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.